ഫ്രണ്ട്സ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ പോയാലോ? കമോൺ. ഞാന് സ്കൂട്ടിക്കാണ് പോകുന്നത്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ദേണ്ടെ ഹരിപ്പാട്ട് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗമാണിത്. ദേണ്ടെ ഈ കടയിലാണ് ഞങ്ങൾ കയറുന്നത്. ഇവിടെ ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് ആണ് ഞങ്ങൾ വന്നത്. നാച്ചുറൽ ആണ് ഈ കടയുടെ പേര്. കയറി നോക്കാം. ഞാൻ കടയുടെ അകത്തോട്ട് കയറാൻ പോവാണ്. ഇതാണ് കടയുടെ ഉൾഭാഗം. ഞാനൊരു ട്രോളിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പാവകളുണ്ട് ഗൈസ്. വലിയ വലിയ കുറേ പാവകളുണ്ട്. പിന്നെ ഞാനൊരു കുഞ്ഞു പാവകളുടെ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കി. ഞാൻ പാവയൊന്നും എടുത്തില്ല, വെറുതെ ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ. എല്ലാം നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ഞാൻ ബോട്ടിൽസ് നോക്കാൻ പോയി. ഏത് തരം ബോട്ടിൽ വേണമെങ്കിലും ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. ഞാൻ കുറെ ബോട്ടിൽസ് ഒക്കെ നോക്കിയായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ബോട്ടിലാണ് ഞാൻ ഈ തപ്പിക്കൊണ്ട് നടക്കുന്നത്. കുറെ സ്റ്റീലിന്റെ ബോട്ടിലൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിൽ എടുത്തു. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. 2 എണ്ണത്തിനകത്ത് ഞാൻ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാനാണ് ചൂസ് ചെയ്തത്. പിന്നെ കുറെ ബാഗ് ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ലഞ്ച് ബോക്സ് ചുമ്മാ നോക്കി, വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇതാണ് പേനകളുള്ള സ്ഥലം. കുറെ ടൈപ്പ് പേനകളുണ്ട് ഇവിടെ. പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് സെറ്റ് ആയിട്ട് വരുന്നതുണ്ട്. പേനയും സ്കെയിലും റബ്ബറും ഒക്കെ സെറ്റ് ആയിട്ട് വരുന്നതുണ്ട്. എനിക്ക് എല്ലാം എടുക്കണം എന്നുണ്ടായിരുന്നു. ഏതെടുക്കണം എന്ന് എനിക്ക് കൺഫ്യൂഷൻ. പക്ഷെ മണി എൻ്റെ കൂടെ വന്നില്ല. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. പിന്നെ എല്ലാ സാധനത്തിനും ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട സ്റ്റാപ്ലെയർ പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നേ. പിന്നെ കുറെ നേരം അവിടെ കറങ്ങി അടിച്ച് നടന്നു. പിന്നെ ഞാൻ പശ തപ്പാൻ പോയി. പശ ഞാൻ 2 എണ്ണം എടുത്തായിരുന്നേ. ലഞ്ച് പുതിയ ടവൽ വേണ്ടേ, അതുകൊണ്ട് ഞാൻ 2 ടവൽ എടുത്തു. കുറേ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിലോട്ട് പോവുകയാണേ. പിന്നെ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി നോക്കി നടന്നേ. പിന്നെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിലോട്ട് പോയപ്പോൾ ഇഷ്ടംപോലെ ചെരുപ്പ് കിടക്കുന്നു, അടുക്കി വെച്ചേക്കുന്നു. ഇഷ്ടംപോലെ ചെരുപ്പും ഷൂസും എല്ലാം ഉണ്ട്. പിന്നെ ഹാൻഡ് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെ എല്ലാം നോക്കിയൊക്കെ നടന്നു. ഇതെല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് ഏതെടുക്കണം എന്നൊന്നും അറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്നു. പിന്നെ ഇവിടെ ബാഗ് സെക്ഷൻ ആണ്. കുറേ കളേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത ഫ്ലോറിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഷാംപൂ, ഓയില്, ഫേസ് വാഷ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. ഇഷ്ടംപോലെ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഇവിടെ. അത്യാവശ്യമുള്ള ബിസ്ക്കറ്റ് ഒക്കെ ഞാൻ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലടിക്കാൻ പോയി. പിന്നെ അമ്മ ബില്ലടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറിയില്ല. പിന്നെ അവിടെ ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ബാക്കിയുള്ള കുറച്ച് എനിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തു. പിന്നെ അമ്മ ബില്ലെല്ലാം അടിച്ചിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഇതൊരു കടയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണേ. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എവിടെ പോയാലും എനിക്ക് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു കട്ട്ലറ്റും ഷേക്കും കൂടെ കുടിച്ചു. ഇനി ഞാൻ എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ബാഗാണ് വാങ്ങിച്ചത്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇത് അതിൻ്റെ കൂടെ ഒരു പൗച്ചും കൂടെ വരുന്നുണ്ട്. ഇതിൽ 4 ഉറയാണേ. ഫസ്റ്റ് നമുക്ക് ടവലോ അങ്ങനത്തെ എന്തെങ്കിലും വെക്കാൻ പറ്റിയ ഉറ. പിന്നെ സെക്കൻഡ് പൗച്ച്. പിന്നെ നമുക്ക് ലഞ്ച് വെക്കാനുള്ള 3rd ഉറ. 4th ബുക്കൊക്കെ വെക്കാനുള്ളത്. ഇനിയും അടുത്തത് നമുക്ക് ബുക്ക് ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചായിരുന്നു. കാരണം ഓഫർ ഉള്ളതൊന്നും ഞാൻ കുറച്ച് അധികം ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടേ. ഇനി ഒരു സെറ്റും കൂടെ ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ബുക്ക് പൊതിയാനായിട്ടുള്ള പേപ്പറൊക്കെ വേണ്ടേ. അപ്പൊ ഞാൻ 3 പേപ്പറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ആവാനാണ് ഞാൻ ഈ ബ്ലൂ കളർ എടുത്തത്. ഇനി അടുത്തത് പേന. ബ്ലൂ പേനയാണ് ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചത്. കാരണം ബ്ലൂ ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വേണ്ട ഇത് 2 എടുത്തിട്ടുണ്ട്. ബ്ലൂ, എക്സോ പെന്. പിന്നെ ഞാൻ ബ്ലാക്കും പെന 2 എണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ബ്ലാക്ക് പേന 2 എണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ പെൻസിൽ ഞാൻ വാങ്ങിച്ചു. പെൻസിലും റബ്ബറും കട്ടറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പെൻസില്,
പിന്നെ റബ്ബറും കട്ടറും. പിന്നെ ഞാൻ അടുത്തായിട്ട് വാങ്ങിച്ചത് പിന്നെ മാത്സിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടേ ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം. അതുകൊണ്ട് ഞാൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കെയില്, പിന്നെ നമുക്ക് സ്റ്റാപ്ലെയറും പിന്നെയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ കളർ പെൻസിൽ, ഓയിൽ പേസ്റ്റ്, കളർ, പിന്നെ ടേപ്പ്, ഇതിന്റെ സ്കെച്ചും വാങ്ങിച്ച്, 2 പശ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു മാർക്കർ വാങ്ങിച്ച്, പിന്നെ ഒരു ചീപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടേ. ചീപ്പ് സ്കൂളിൽ കൊണ്ടുപോകാനല്ല കേട്ടോ. പിന്നെ നമുക്ക് ലഞ്ച് പൊതിയാനുള്ള ടവൽ ഞാൻ 2 കളർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എന്റെ ഫേവറേറ്റ് വാട്ടർ ബോട്ടിൽ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതും കൂടെ അങ്ങ് വാങ്ങിച്ചു. അപ്പൊ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.